എന്താന്ന് ഇവിടെ എന്താണെന്ന് നോക്കെന്താണെന്ന്. അയ്യോ ഇത് ആര് പൊട്ടിച്ച്? പിള്ളേര് കുരുത്തക്കേട് കാണിക്കുന്ന തള്ളമാര് ശ്രദ്ധിക്കണം, അതാ വേണ്ടിയത്. എനിക്ക് അടുക്കളയിൽ പണിയില്ലേ, എനിക്ക് 24 മണിക്കൂർ ഇവരുടെ പുറകെ നടക്കാൻ പറ്റുമോ? എടീ വളർത്തു ദോഷം, അല്ലാതെ എന്തോ പറയാനാ. അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോ എവിടെന്നാ സമയം? നിനക്ക് നാട് മുഴുവനും തുള്ളാൻ നടക്കണ്ടേ? എന്റെ അമ്മാവാ ഈ പിള്ളേർ രണ്ടുപേരും കൂടെ കളിച്ചിട്ട് അമ്മയുടെ അരിച്ച കുപ്പി പൊട്ടിച്ചു. അതിന് അമ്മ പറയാണ് എന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന്. നിനക്കൊക്കെ തൃപ്തിയായില്ല, സന്തോഷായില്ല? എന്നെ അമ്മ വിട്ടെ വിട്ടെ, ഇത് എന്റെ പിള്ളേരല്ലേ. അമ്മാനി ഇവരുടെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വായി വിട. മറ്റവളെന്താ അവളെ കൂടെ വിളിച്ചോണ്ട് വായിങ്ങോട്ട്. അല്ലെങ്കിൽ അങ്ങനെയാടി, നേരത്തെ തങ്കം പറയുന്നത് കേട്ടു. ഞാൻ എവിടെയെങ്കിലും ചെന്ന് വെള്ളടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോ പരാതി പറയാൻ മാത്രം വരുന്ന പരാതി പറ്റിയാണ്. ഇപ്പൊ ഇവള് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ ഞാനൊരു ഏഴാം കൂലി അല്ലേ? എന്താ വേണ്ടത് ഞാൻ കാണിച്ച. ഞാൻ കണ്ടു, എന്നെ കണ്ടപ്പോൾ അവള് പോയത് ഞാൻ കണ്ടു. കുട്ടിയോളം ഉറങ്ങിയോന്ന് ഞാൻ ചോദിക്കണില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയോളം ഉറങ്ങിയോന്ന് ചോദിക്കാൻ താനാരാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടില്ലേ? കൂടെ പിറന്ന് ഒരെണ്ണം അകത്തുണ്ട്, അതിനോട് യാത്ര പറയാ, ഇറങ്ങാ. നോക്കിയേക്കാ പെട്ടിക്കെടുത്തു വണ്ടിയെ കയറി. ഞാനേ ചേച്ചീനെ ആലോചിച്ചിട്ട് മാത്രമല്ല. നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഈ വീട്ടില് വേറെ ആരെയും കാണണ്ട, എന്റെ ചേച്ചീനെ മാത്രം കണ്ടാ മതി. അതല്ലേ ഞാൻ ഓടി പടി വരുന്നേ. എവിടെ പോയിട്ട് വന്ന്? ഞാനേ ചേച്ചിക്ക് അരിഷ്ടം മേടിക്കാൻ വേണ്ടിട്ട് കടയിൽ കൂടെ ഒക്കെ നടന്ന് ഒരു കടയിൽ നിന്ന് കിട്ടില്ല, നേരെ ഒരുപാടായി പോ. ഓ, ആ വിഷമം കൊണ്ടായിരിക്കും മറ്റേ അരിഷ്ടം വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്. എന്തോ ഒരു നാറ്റം. ആ ഇപ്പൊ പൂർണ്ണമായി. തങ്കത്തിന് ഞാൻ ആരുമല്ല, ലില്ലിക്കും ഞാൻ ആരുമല്ല. ഇപ്പൊ ചേച്ചിക്കും എന്റെ നാറ്റം പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആരുമല്ല. അതേ പറയൂന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങൾക്കൊക്കെ ശല്യാണ്. ഞാൻ ഇവിടുന്ന് പോണം അല്ലേ? ഞാൻ പോവന്നെ. നീ വാങ്ങിച്ചുകൊണ്ടുവന്ന് അരിഷ്ടം തട്ടിയിട്ട് പൊട്ടിച്ച്. അല്ല മോനെ കനകാതെ വേണമെന്ന് വെച്ചിട്ടല്ല. ഞാൻ ഗിരിജനെ വിളിച്ച് നീച്ചപ്പോൾ ഈ അരിഷ്ടം വന്ന് കസാരയിൽ അല്ല കസാര ചെന്ന് അരിഷ്ടത്തിൽ തട്ടരൻ്റെ മുമ്പ് ഇങ്ങനെ കൈ തട്ടിയിട്ട് വീണ് പൊട്ടി. അല്ല അത് കുഴപ്പമില്ല, ഓട്ടോറിക്ഷ പുറത്തൊക്കെ ഉണ്ട്. നമുക്ക് ഉണ്ടാക്കി പോയി അരിഷ്ടം മേടിച്ചിട്ട് വരാം. ഞായറാഴ്ച ഈ പാതിരാത്രിക്ക് ഏത് വൈദ്യ ഷോപ്പ് തുറന്നു നോക്കിയാണ്? എന്നാലും ഇതും വളർത്തു ദോഷമാണോ അമ്മേ? അഹങ്കാരം. എവിടെ പോയി പേവെള്ളം കുടിച്ചോണ്ട് വന്നിട്ട് മുതുകൂത്താട്ടം കാണിക്കുന്നത്? മര്യാദയ്ക്ക് എനിക്ക് അരിഷ്ടം വാങ്ങിച്ചോണ്ട് തന്നേക്കണം.